അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 45-ാമത്തെ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഹിജ്റയെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികളും മക്കയിൽ നിന്നും മദീനയിലേക്ക് നടത്തിയ പലായനം, അതിലാദ്യം അനുയായികളായിട്ടുള്ള ആളുകൾ അവർ യാത്ര ചെയ്തു. അതിനുശേഷം അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ സാഹസിക യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് അവർ പ്രവേശിക്കാനിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. തുടർന്നുള്ള ആ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇനി മക്കയിൽ അവശേഷിക്കുന്ന ആളുകൾ, ഒന്നാമതായിട്ട് ഖുറൈശികൾ തടഞ്ഞു വെക്കപ്പെട്ട വിരലെണ്ണാവുന്ന ചില ആളുകൾ മക്കയിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സന്ദർഭത്തിൽ പിടിക്കപ്പെട്ടതായിട്ടുള്ള ചില ആളുകൾ, ഹിശാം ഇബ്നു ആസിനെ പോലെ, അതേപോലെ തന്നെ അയ്യാശ് ഇബ്നു അബീ റബീഅയെ പോലെ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഖുറൈശികളെ തടഞ്ഞു വെക്കപ്പെട്ട ചില ആളുകൾ. അതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമതായിട്ട് മക്കയിൽ അവശേഷിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കുടുംബം മക്കയിലുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ള അമാനത്തുകളെല്ലാം നൽകാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഈ സന്ദർഭത്തിൽ മക്കയിലുണ്ട്. ഹിജ്റയെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഹിജ്റ ഓപ്ഷണൽ ആയിരുന്നില്ല, മറിച്ച് നിർബന്ധമായിട്ട് അവർ നിർവഹിക്കേണ്ട ഒരു കൽപ്പനയായിരുന്നു ഹിജ്റ. ഫർള് ഐനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഹിജ്റയെ സംബന്ധിച്ചുള്ള 2 കാറ്റഗറിയിലുള്ള ആയത്തുകൾ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വമ്പിച്ച പ്രതിഫലം വിവരിക്കുന്ന രൂപത്തിലുള്ള ആയത്തുകൾ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് നൽകിയത്. ഹിജ്റയുടെ ഒന്നാമത്തെ ഭാഗത്താണ് അത് സൂചിപ്പിച്ചിരുന്നു. ഉദാഹരണത്തിന് സൂറത്തുൽ ഹജ്ജ്, പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം. ആ സൂറത്തുൽ ഹജ്ജ് അത് മക്കീ കാലഘട്ടത്തിന്റെ അവസാനം ഹിജ്റയോട് അടുപ്പിച്ച് നൽകപ്പെട്ട സൂറത്താണെന്ന് ചില പണ്ഡിതന്മാർ. അതേ സന്ദർഭത്തിൽ ചില പണ്ഡിതന്മാർ ആ സൂറത്തിന്റെ ഒരു ഭാഗം മക്കിയാണ്, മറ്റൊരു ഭാഗം മദനിയാണെന്നെല്ലാം ആ സൂറത്തിനെ സംബന്ധിച്ച് പറയപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാനത്തിൽ മക്കി മദനി സൂറത്തുകളെ തരംതിരിച്ചതെല്ലാം കഴിഞ്ഞ ഭാഗത്താണ് സൂചിപ്പിച്ചിരുന്നു. ഏതായിരുന്നാലും ആ സൂറത്തുൽ ഹജ്ജിന്റെ 58-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള വചനങ്ങൾ, വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹി സുമ്മ ഖുതിലു ഔ മാതു ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഹിജ്റ ചെയ്ത് അല്ലെങ്കിൽ സ്വദേശം വെടിഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ വധിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടാൽ, ഉണ്ടായിരുന്നാലും അവർക്ക് വമ്പിച്ച ഉപജീവനം, അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം ഉണ്ടെന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള വചനങ്ങൾ സൂറത്തുൽ ഹജ്ജിലും അതേപോലെ തന്നെ സൂറത്തുൽ നിസായിലെല്ലാം സമാനമായിട്ടുള്ള വചനങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ ഹിജ്റയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് കടന്നു വരുന്നൊരു കാറ്റഗറി, അത് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഹിജ്റ പോകാൻ സന്നദ്ധാകാതെ അവശേഷിക്കുന്ന ആളുകളെ ശക്തമായിട്ടുള്ള ഭാഷയിൽ താക്കീത് ചെയ്യുന്ന ചില വചനങ്ങളും പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അല്പം കൂടെ കഴിഞ്ഞ സന്ദർഭത്തിലാണ് അത്തരത്തിലുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ അങ്കബൂത്തിലും സൂറത്തുൽ നിസായിലെല്ലാം അത്തരത്തിലുള്ള വചനങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ നിസാഇന്റെ 97-ാമത്തെ വചനം, ആ വചനത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആ വചനം അവതരിപ്പിക്കാനുള്ള കാരണം ഹബ്റുൽ ഉമ്മ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ പുറപ്പെടാതെ മക്കയിൽ ചില ആളുകൾ രഹസ്യമാക്കിക്കൊണ്ട്, അതായത് ഇസ്ലാം രഹസ്യമാക്കിക്കൊണ്ട് മക്കയിൽ അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. വിരലെണ്ണാവുന്ന ചില ആളുകൾ, അവരുടെ പേരുകളൊന്നും വെളിപ്പെടുത്തുന്നില്ല, അത്തരം ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഇസ്ലാം രഹസ്യമാക്കി വെച്ചു. കാരണം ഇസ്ലാം പരസ്യപ്പെടുത്തിയാൽ ആ ശത്രുക്കളുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. അതേപോലെ തന്നെ അവർ ഇത്രയും കാലം ഉണ്ടാക്കിയ സമ്പത്തും വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് അവർ പോകേണ്ടി വരും. അത് അത്രയും വലിയ ത്യാഗം ഹിജ്റക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വമ്പിച്ച പ്രതിഫലമെല്ലാം അതിന് നൽകാനുള്ള കാരണം. ഇത്തരത്തിലുള്ള കാരണം കൊണ്ട് തന്നെ അവരുടെ ആ ഇസ്ലാം രഹസ്യമാക്കി വെച്ചുകൊണ്ട് അവർ മക്കയിൽ തന്നെ തുടർന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ അതായത് റസൂലുള്ളാഹിന്റെ സന്ദർഭത്തിൽ തന്നെ, റസൂലുള്ള മക്കയിൽ ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ചില ആളുകൾ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതിന് ശേഷം
റസൂലുള്ള മദീനയിൽ എത്തിയതിന് ശേഷം ചില ആളുകൾക്ക് ആ സന്ദർഭത്തിലാണ് കത്തുന്നത്. ആ സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിച്ച ചില ആളുകളും മക്കയിൽ അതേ രൂപത്തിൽ തുടരുന്നുണ്ടായിരുന്നു. അവർ ആ രൂപത്തിൽ തുടർന്നു. പക്ഷെ അത്തരക്കാർക്കുള്ള വലിയൊരു പരീക്ഷണമായിരുന്നു മുന്നോട്ട് വരാനിരിക്കുന്ന ബദറിന്റെ സന്ദർഭത്തിൽ ഖുറൈശികൾ അവിടെയുള്ള മുഴുവൻ ആളുകളെയും നിർബന്ധിച്ച് യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ അവർ മുസ്ലിങ്ങൾക്കെതിരെ ശത്രുപക്ഷത്ത് പോരാടാൻ അവർ നിർബന്ധിതരാവാൻ. അവർ മുസ്ലിങ്ങളാണ്, പക്ഷേ അവരുടെ ഇസ്ലാം അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ബദർ യുദ്ധം ആരംഭിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് അവർക്ക് അനുയായികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ചില ആളുകൾ ഈ രൂപത്തിൽ അവർ ഖുറൈശികളെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നുണ്ടെന്നെല്ലാം റസൂലുള്ള അവരെ പ്രത്യേകമായിട്ട് ഉണർത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബദറിന്റെ ചരിത്രമെല്ലാം വിശദമായിട്ട് പിന്നീട് നമ്മൾ സൂചിപ്പിക്കും. പക്ഷേ ഹിജ്റയുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. ആ സന്ദർഭത്തിൽ ഇത് പറയുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു പോകുന്നത്. അപ്പൊ അവര് ബദറിന് ഖുറൈശികളോടൊപ്പം അവർ വന്നു. അതായത് ശത്രുപക്ഷത്ത് അവർ മുസ്ലിങ്ങളോട് പോരാടി. സ്വാഭാവികമാണ്, കാരണം യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ആരാണ് ശത്രു ആരാണ് മുസ്ലിം ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ചില ആളുകൾ മുസ്ലിങ്ങളുടെ കൈകളാലല്ല അതിൽപ്പെട്ട ചില ആളുകൾ അതിൽ വധിക്കപ്പെടുകയുണ്ടായി. ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറയപ്പെട്ട സൂറത്ത് നിസാഇന്റെ 97-ാമത്തെ വചനം നൽകപ്പെടുന്നത്. ആ ആയത്ത് വിശദീകരിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള സീറയുടെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് ആ സ്വന്തത്തോട് അന്യായം ചെയ്ത ആളുകൾ അവർ മരണസന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ മരണസന്ദർഭത്തിൽ മാലാഖമാർ അവരോട് ചോദിക്കപ്പെടും. എന്താണ് ചോദിക്കപ്പെടുക? ഖാലു ഫീമ കുൻതും, എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്, എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് സംഭവിച്ചത്? ആ സന്ദർഭത്തിൽ അവർ പറയുന്ന മറുപടി ഖാലു കുന്ന മുസ്തദ്അഫീന ഫിൽ അർള്, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ ദുർബലായിരുന്നു. ഇത് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനറൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത് പ്രഥമ സംബോധിതരായിട്ടുള്ള ആളുകളോട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ മക്കയിൽ ഞങ്ങൾ നിസ്സഹാരായിരുന്നു, അവർ നിർബന്ധിച്ച് ഞങ്ങളെ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചതായിരുന്നു, അതാണ് അവർ പറയുന്നത്. ആ സന്ദർഭത്തിൽ മാലാഖമാരുടെ തിരിച്ചുള്ള ചോദ്യം ഖാലു അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ, മലക്കുകൾ ചോദിക്കാൻ, അള്ളാഹിന്റെ ഭൂമി വിശാലായിരുന്നില്ലേ, നിങ്ങൾക്ക് സ്വദേശം വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോയിക്കൂടായിരുന്നു? അതായത് അവരുമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ മക്കയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടതുണ്ടായിരുന്നു, നിങ്ങൾക്ക് അവരോടൊപ്പം മദീനയിലേക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നു? അതാണ് മലക്കുകൾ ആ സന്ദർഭത്തിൽ അവരോട് ചോദിക്കുന്നത്. കാരണം സ്വസ്ഥായിട്ട് അവരുടെ ആ മതം അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള ഒരു പുതിയ ഭൂമി മദീന അവർക്ക് സംജാതമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ ഹിജ്റക്കുള്ള കൽപ്പന നൽകിയിട്ടും യാതൊരു ന്യായമായിട്ടുള്ള കാരണവുമില്ലാതെ ഐഹിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരവിടെ നിന്നു എന്നുള്ള. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല. ആയത്തിന്റെ അവസാനം ഉലൈക മഅവാഹും ജഹന്നം വസാഅത്ത് മസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള ഭാഷയിൽ അവരെ താക്കീത് ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനറൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ആ ആയത്ത് നമുക്കും, അതായത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്ക് ബാധകമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം നമ്മൾ ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ, ഇപ്പം ഏതെങ്കിലും ഒരാൾ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പലിശയുമായിട്ട് ബന്ധപ്പെട്ട രൂപത്തിൽ ഹറാമായിട്ടുള്ള രൂപത്തിലാണ് അയാൾ ഉപജീവനം തേടുന്നതെങ്കിൽ മാലാഖമാരായിട്ടുള്ള ആളുകൾ ആ സന്ദർഭത്തിൽ മരണസന്ദർഭത്തിൽ അവരോട് ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ രൂപത്തിലെല്ലാം ആ രൂപത്തിലുള്ള ഉപജീവന മാർഗം തേടിയത്? ഒരുപക്ഷെ അവർ ഇതേ രൂപത്തിലുള്ള ന്യായങ്ങൾ പറയും, എൻ്റെ ഭാര്യയിലെ കുട്ടികളെ പോറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള കഷ്ടപ്പാടുകൾ പറയുന്ന സന്ദർഭത്തിൽ മാലാഖമാരുടെ തിരിച്ചുള്ള ചോദ്യം അലം തക്കുൻ അർളുല്ലാഹി വാസി, അതല്ല, അതിന് പകരം അലം തക്കുൻ റിസ്ഖുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്ഖ് വിശാലായിരുന്നില്ലേ? അതായത് ഈ രൂപത്തിൽ ഹറാമല്ലാത്ത നിരവധി ഹലാലായിട്ടുള്ള ഓപ്ഷൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ലേ? ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ അത്തരം ആളുകൾ മരണസന്ദർഭത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതിനർത്ഥം മക്കയിലുള്ള അത്തരത്തിൽ അവശേഷിക്കപ്പെട്ട ആളുകൾ മുഴുവൻ ആ രൂപത്തിലാണ് എന്നല്ല. പ്രത്യേകം മനസ്സിലാക്കണം, ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ, ആയത്ത് അവരിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടെയുള്ള നിരവധി ആളുകൾ അവരങ്ങേറ്റം ഭയപ്പെട്ടു. അതായത് ന്യായമായിട്ടുള്ള ചില കാരണങ്ങളാൽ മക്കയിൽ തുടരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉടനെ തന്നെ സൂറത്ത് നിസാഇന്റെ അടുത്ത വചനം 98-ാമത്തെ വചനവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ അവതരിപ്പിച്ചു എന്നുള്ള. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യായമായിട്ടുള്ള കാരണം, ആ കാരണത്തോടുകൂടി അവിടെ അവശേഷിക്കുന്ന അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇല്ലൽ മുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതായത്
യാതൊരു മാർഗവുമില്ലാതെ അടിച്ചമർത്തപ്പെട്ടവരായിക്കൊണ്ട് മക്കയിൽ തുടരുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരിലും പെട്ട ചില ആളുകൾ അവരതിൽ നിന്ന് ഒഴിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റി നിർത്തുകയാണ്. ന്യായമായിട്ടുള്ള ആ കാരണം ന്യായമായതാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള കാരണമാണോ, സാഹചര്യത്തെ സംബന്ധിച്ചെല്ലാം ആ ആളുകളെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത്തരത്തിലുള്ള ന്യായമായിട്ടുള്ള കാരണം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരും. 99-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർക്ക് മാപ്പുണ്ട്, വകാന അല്ലാഹു ഗഫൂറൻ ഗഫൂറ, അവർക്ക് തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടും. കാരണം അള്ളാഹു ഏറെ പൊറുക്കപ്പെടുന്നവനാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ മക്കയിൽ അത്തരത്തിലുള്ള ചില ആളുകളും ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ള കാരണം ആ ബദറിന്റെ ചരിത്രത്തിലെല്ലാം ഇത് ഞാൻ സൂചിപ്പിക്കും, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ സീറയിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ സാഹസിക യാത്ര കഴിഞ്ഞ് അവർ ഖുബയോട് അടുക്കുകയാണ്. അതായത് അംർ ബിൻ ഔഫ്, ഖറിയത്ത് അംർ ബിൻ ഔഫ് എന്ന പേരിലാണ് ആ സന്ദർഭത്തിൽ ആ ഖുബ ഗ്രാമം, അല്ലെങ്കിൽ ആ ഖുബ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഭാഗം അറിയപ്പെട്ടിരുന്നത്. മദീന എന്നുള്ള ഒരു പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത്, പട്ടണത്തിന്റെ പുറത്തുള്ള ആ മക്കയോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു ഈ ബനു അംർ ബിൻ ഔഫ് ഗ്രാമം, അല്ലെങ്കിൽ ഖുബ എന്നറിയപ്പെടുന്ന പ്രദേശം. മദീനയുടെ ഭൂമിശാസ്ത്രം കഴിഞ്ഞ ഭാഗത്താണ് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ പട്ടണം എന്നെല്ലാം പറയുന്ന സന്ദർഭത്തിൽ അപ്പൊ നമ്മുടെ ആധുനിക കാലത്തുള്ള ഒരു നഗരത്തെ, ഒരു സിറ്റിയെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അക്കാലഘട്ടത്ത് നിരവധി ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട്, നിരവധി ചെറിയ ചെറിയ പോക്കറ്റുകളായിട്ട് ഓരോ സ്ഥലത്ത് ഓരോ ഗോത്രക്കാരുടെ ഏരിയകളാണ്, ഓരോ ഗോത്രക്കാരുടെ പ്രവിശ്യകളാണ്. അത്തരത്തിലുള്ള നിരവധി പ്രവിശ്യകളുടെ ഒരു സമ്മിശ്രയം അതായിരുന്നു അക്കാലഘട്ടത്തിലുള്ള നഗരം. അതായത് ഓരോ ഏരിയ ഓരോ ഗോത്രക്കാർക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ മദീന എന്നുള്ള മദീനയുടെ നഗര അതിർത്തിക്ക് പുറത്തുള്ള, അപ്പൊ നമ്മൾ സബർബ് എന്ന് പറയാറുണ്ട്, അത്തരത്തിൽ ആ മദീന നഗര അതിർത്തിക്ക് പുറത്തുള്ള ഒരു ചെറിയ ഗ്രാമം അതായിരുന്നു അക്കാലഘട്ടത്തിലുള്ള ഖുബ. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മദീന സിറ്റിക്ക് അകത്താണ് ഖുബയുള്ളത്. ആ രൂപത്തിലായിരുന്നില്ല അക്കാലഘട്ടത്ത്. അപ്പൊ അവിടെ ആ ഭാഗത്ത് ബനു അംർ ബിൻ ഔഫ് എന്നറിയപ്പെടുന്ന ഗോത്രക്കാരാണ് ആ ഒരു പ്രവിശ്യയിൽ ജീവിച്ചിരുന്നത്. അപ്പൊ സിറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കഴിഞ്ഞ ഭാഗത്താണ് സൂചിപ്പിക്കാൻ വിട്ടത്, ഒരു നഗരം എന്ന് പറയുമ്പോൾ തെറ്റില്ലാത്തൊരു പോപ്പുലേഷൻ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു. എസ്റ്റിമേറ്റഡ് ആയിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഏകദേശമായിട്ടുള്ള ഒരു കണക്ക്, അവിടെ ഉണ്ടായിരുന്ന ജൂതഗോത്രങ്ങൾ ബനു ഖുറൈള, ബനു നദീർ, ബനു ഖൈനുഖ, ഈ 3 ജൂതഗോത്രങ്ങളിൽ ഏകദേശം 2000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു. 2000 പുരുഷന്മാരെന്ന് പറയുമ്പോൾ സ്ത്രീകളും കുട്ടികളും അതിന്റെ 3 ഇരട്ടി വരും. അതായത് മൊത്തം ജൂത പോപ്പുലേഷൻ എന്നുള്ളത് ഏകദേശം 6000 ആളുകളാണ്. അതേ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന അറബികൾ അതിന്റെ ഇരട്ടിയാണ്. ഔസ് ഖസ്റജ് ഗോത്രക്കാർ, ഇപ്പൊ നമുക്കറിയാം അൻസാരികളായിട്ടുള്ള ആളുകൾ, അവര് 5000-ഓളം ആളുകൾ മക്ക വിജയ സന്ദർഭത്തിൽ പങ്കെടുത്തിരുന്നു. അതായത് 5000 എന്ന് പറയാം, അതിന്റെ 3 ഇരട്ടി സ്ത്രീകൾ കുട്ടികളടക്കം ഏകദേശം 12,000-15,000-ഓളം വരും. അതായത് ചുരുക്കത്തിൽ എസ്റ്റിമേറ്റഡ് ആയിട്ട് 20,000-ഓളം ആയിരുന്നു മൊത്തത്തിലുണ്ടായിരുന്ന പോപ്പുലേഷൻ. തെറ്റില്ലാത്തൊരു ജനസംഖ്യ അവിടെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ ഗ്രാമത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മക്കയിൽ നിന്ന് അവർ പുറപ്പെട്ടു എന്നുള്ള ആ ഒരു വാർത്ത കേട്ടത് മുതൽ മദീന ആ നഗരം മുഴുവൻ ആകാംക്ഷയിലാണ്. അവര് അത്യധികം ആവേശത്തോടു കൂടെ റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സീറത്ത് ഇബ്നു ഹിശാമിൽ വായിക്കാൻ സാധിക്കും, ആ ഒരു വിവരം ലഭിച്ചത് മുതൽ മദീനക്കാര് ദിവസേന റസൂലുള്ളാഹിനെയും പ്രതീക്ഷിച്ച് പുറത്തു വന്ന് നിൽക്കും എന്നുള്ള. എന്താണ് അവർ ചെയ്യാന്ന് വെച്ചാൽ, അവർ ഫജ്ർ നമസ്കാരം കഴിഞ്ഞാൽ അത് വെയിൽ ചൂടാകുന്നത് വരെ അവര് ആ പട്ടണത്തിന് പുറത്ത് മക്കയിലേക്കുള്ള ആ ഒരു വഴിയിൽ കണ്ണും നട്ട് റസൂലുള്ളാഹിനെ കാത്തിരിക്കും എന്നുള്ള. ദിവസേന അവരിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്കെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഗസ്റ്റ്, നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഭക്ഷണം എല്ലാം പാചകം ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മൾ ആ വഴിയിലേക്ക് നോക്കി ഒരു നിൽപ്പ് നിൽക്കാറുണ്ട്. അതേ രൂപത്തിൽ, അതല്ലെങ്കിൽ 1-2 വർഷത്തിന് ശേഷം പ്രിയപ്പെട്ട ആളുകൾ പ്രവാസ ലോകത്തു നിന്നെല്ലാം മടങ്ങി വരുന്ന സന്ദർഭത്തിൽ പ്രതീക്ഷയോടുകൂടെ നമ്മൾ എയർപോർട്ടിൽ ഒരു നിർത്തം നിൽക്കാറുണ്ട്. അതേ രൂപത്തിൽ അവര് അത്യധികം പ്രതീക്ഷയോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ച ആ മക്കയുടെ ഭാഗത്തേക്ക് നോക്കി ദിവസേന അവർ നിൽക്കും എന്നുള്ളതാണ്. കടുത്ത വേനൽക്കാലമായിരുന്നു. അപ്പോൾ ഏകദേശം വെയിലിന്റെ ചൂട് അങ്ങേയറ്റം കൂടുന്നത് വരെ, വെയിൽ ചൂടാകുമ്പോൾ അവർ തണൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും. ഏകദേശം അവർക്ക് വെയിൽ സഹിക്കാൻ കഴിയാതെ ആകുന്നത് വരെ ഏകദേശം 10-11 മണി വരെ അവർ ആ കാത്തുനിൽപ്പ് തുടരും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, കാണുന്നില്ലെന്ന് റസൂലുള്ള ആ ഒരു ഭാഗത്തേക്ക് നോക്കി റസൂലുള്ള വരുന്നില്ലെന്ന് കാണുന്ന സന്ദർഭത്തിൽ നിരാശയോടുകൂടി അവർ മടങ്ങും എന്നുള്ള ഈ ഒരു പ്രവൃത്തി, അതായത് ഈ ഒരു ന്യൂസ് കിട്ടിയത് മുതൽ ദിവസേന അവരിങ്ങനെയാണ് തള്ളി നീക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഔസ് ഖസ്റജ് എന്നുള്ളത് 10,000-ലധികം ആളുകളുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട ആളുകൾ വളരെ ചുരുക്കമാണ്. നമുക്കൊരു അഖബ ഉടമ്പടി, 2ാം അഖബ ഉടമ്പടിയിൽ വെറും 70 ആളുകൾ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്.
ബാക്കിയുള്ള ആളുകൾ, അതായത് 98-99% ആളുകളും, അവിടെയുള്ള മുഴുവൻ ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവർ ധാരാളം കേട്ടിട്ടുണ്ട്. അവർ കേൾക്കുക മാത്രമാണ് ചെയ്തത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിലൂടെയും അസ്അദ് ബിൻ സുബറ റളിയല്ലാഹു അൻഹുവിലൂടെ എല്ലാം അവർ ഒരുപാട് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയധികം ആകാംക്ഷയിലാണ് റസൂലുള്ളാഹിനെ ഒരു നോക്ക് കാണാൻ. അങ്ങനെ ഒരു ദിവസം അവർ പതിവ് പോലെ അവർ രാവിലെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം അവരവിടെ വന്നു. എന്നുള്ളത് പോലെ തന്നെ വെയിൽ ചൂടാകുന്നത് വരെ അവർ കാത്തു നിന്നു. ഇപ്പൊ വെയിൽ അത്യധികം ചൂടായ സന്ദർഭത്തിൽ ഒരു 10, 11, 12 മണിയായ സന്ദർഭത്തിൽ അവർ നിരാശയോടുകൂടെ തിരിച്ചുപോയി. അവർ പോയ ആ സന്ദർഭത്തിൽ സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും, ആ മരുഭൂമിയുടെ അകലത്തിൽ 2 ആൾ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. വെള്ളവസ്ത്രം, ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള 2 ആളുകൾ ഒട്ടകപ്പുറത്ത് ആ ഒരു ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി കൊണ്ടുവരികയാണ്. ഇപ്പോൾ മുഴുവൻ ആളുകൾ തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ആ സന്ദർഭത്തിൽ അവിടെ ഒരു ജൂതൻ അദ്ദേഹത്തിന്റെ ആ ഈത്തപ്പനയുടെ മുകളിൽ ആ ഈത്തപ്പന മരം വൃത്തിയാക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലൊക്കെ അദ്ദേഹം നിൽക്കുന്ന സന്ദർഭത്തിൽ ആ മരുഭൂമിയുടെ വിദൂരതയിൽ 2 ആൾ രൂപങ്ങൾ ആ ഒരു ഭാഗം ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം അദ്ദേഹം വല്ല മരീചിയോ മറ്റോ ആണെന്ന് കരുതി അദ്ദേഹം കാര്യമാക്കിയില്ല. പക്ഷേ അത് 2 ആളുകളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെയുള്ള ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അവർ ഈ അറബ് ഗോത്രങ്ങൾക്കിടയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസമായിട്ട് അവർ അങ്ങേയറ്റം പ്രതീക്ഷയോടുകൂടെ ഒരാളെ കാത്തു നിൽക്കുന്ന വിവരമെല്ലാം അവിടെയുള്ള ജൂതന്മാർക്ക് അറിയാം. അങ്ങനെയാണല്ലോ. ഇപ്പോൾ അതായത് അവരുടെ ആവേശവും താല്പര്യം എല്ലാം ചെറിയ രൂപത്തിൽ അവിടെയുള്ള ജൂതന്മാരെയും സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അവരും ആ ഒരു മറ്റുള്ള ആളുകളുടെ ആവേശം അവരെയും ചെറിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ 2 ആൾ രൂപങ്ങൾ ആ ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി വരുന്നത് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഉറപ്പായി ഇവർ ഇത്രയും ദിവസമായിട്ട് കാത്തു നിൽക്കുന്ന 2 ആളുകളാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായ സന്ദർഭത്തിൽ അദ്ദേഹം ആ സന്തോഷത്തോടുകൂടി അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അലാ സൗത്തിഹി, അദ്ദേഹത്തിന്റെ അത്യുച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ മഅ്ശറൽ അറബ്, അല്ലെങ്കിൽ യാ ബനി ഖൈല, ബനി ഖൈലക്കാരെ, ആ രൂപത്തിലാണ് അവര് അറബുകളെ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അറബികളെ. യാ മഅ്ശറൽ അറബ് ഹാദാ ജദ്ദുക്കുമുല്ലദീ തൻതളിറൂൻ, നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നിങ്ങളുടെ നേതാവ് ഇതാ വരുന്നെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത് കേട്ട ഉടനെ തന്നെ വലിയൊരു സംഘം തെക്ബീർ മുഴക്കിക്കൊണ്ട്, അതായത് ഈ ബനു അംർ ബിൻ ഔഫ് ഗോത്രത്തിൽപ്പെട്ട അവിടെയുള്ള മുഴുവൻ ആളുകളും തെക്ബീർ വിളിച്ചുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരുന്ന ഹറ എന്നറിയപ്പെടുന്ന ആ ഭാഗത്തേക്ക് അവർ ഓടി എന്നുള്ള. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഹറയുടെ സമീപത്ത് വെച്ചുകൊണ്ട് അവർ റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. സ്വഹീൽ ബുഖാരിയുള്ള ഹദീസാണ്. അങ്ങനെ അവർ തെക്ബീർ അത്യധികം സന്തോഷത്തിലാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും കൂട്ടി വലതു ഭാഗത്തേക്ക് നടന്ന് ആ ബനു അംർ ബിൻ ഔഫ് ഗോത്രക്കാരുടെ ആ താമസ സ്ഥലത്തേക്ക്, അവിടത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും കൊണ്ടുപോയി. റസൂലുള്ളാഹി അവിടെ ഇറങ്ങി എന്നുള്ള. അതായത് മദീനക്ക് മുമ്പ്, അതായത് ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്താണ് റസൂലുള്ളാഹി എത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി അവിടെ നിശബ്ദമായിട്ട് മൗനമായിട്ട് റസൂലുള്ളാഹി അവർ അല്പനേരം അവിടെ ഇരുന്നു. അത് ഈത്തപ്പന മരത്തിന് അടിയിൽ റസൂലുള്ളാഹി അവിടെ ഇരുന്നു എന്നുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങോട്ട് മദീനയിലേക്ക് പ്രവേശിക്കുന്നത് റബീഉൽ അവ്വൽ 8-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. അതേ സന്ദർഭത്തിൽ ചില പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ 8 ആയിരുന്നില്ല, റബീഉൽ അവ്വൽ 12 എന്നും ഈ 2 രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുമെന്നുള്ള. ഇവിടെ നമ്മൾ പോസ് ചെയ്തിട്ട് ഒരു കാര്യം, ഇപ്പം നമുക്കറിയാം ഹിജ്റ നടക്കുന്നത്, ഹിജ്റയുടെ മാസത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അത് റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയാണ് ഹിജ്റ നടന്നിട്ടുള്ളത്. പക്ഷേ അത് ദിവസത്തിന്റെ കാര്യത്തിലും സംശയമില്ല, മറ്റൊരു ഹദീസും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തിങ്കളാഴ്ച ദിവസമായിരുന്നു അത് സംഭവിച്ചത്. പക്ഷേ ആ ഡേറ്റിന്റെ കാര്യത്തിൽ ഇഖ്തിലാഫ് പണ്ഡിതന്മാർക്കിടയിലുണ്ട് എന്നുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യം, ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഹിജ്റി കലണ്ടർ ആരംഭിക്കുന്നത് അത് മുഹറം മാസത്തിലാണ്, അല്ലെങ്കിൽ മുഹറം മാസത്തിലാണ് ഹിജ്റി കലണ്ടർ ആരംഭിക്കുന്നത്. എങ്ങനെയാണത് സംഭവിച്ചത്? സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹിജ്റി കലണ്ടർ, നമ്മുടെ കലണ്ടർ ആരംഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിത കാലത്തല്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലത്തിന് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്താണ് നമ്മൾ കലണ്ടർ ആരംഭിച്ചത്. അപ്പൊ കലണ്ടറിന്റെ ആധാരമായിട്ട് ഏത് വർഷമാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള ചർച്ച അക്കാലഘട്ടത്ത് ജീവിച്ചിരുന്ന സ്വഹാബികൾക്കിടയിൽ ഉയർന്നു വന്നു. ചില ആളുകൾ പറഞ്ഞു നമുക്ക് റസൂലുള്ളാഹിന്റെ ജന്നത്ത് ആധാരമാക്കിക്കൊണ്ട് കലണ്ടർ ആരംഭിക്കാം. മറ്റു ചില ആളുകൾ പറഞ്ഞു നമുക്ക് റസൂലുള്ളാഹിന്റെ വഫാത്തിനെ ആധാരമാക്കിക്കൊണ്ട് ആരംഭിക്കാം. മറ്റു ചില ആളുകൾ റസൂലുള്ളാഹിക്ക് നുബുവത്ത് ലഭിച്ചത് മുതൽ അതാകട്ടെ തുടക്കം. ആ രൂപത്തിലുള്ള നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അവസാനം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകിയ നിർദ്ദേശപ്രകാരം ഹിജ്റയെ അവർ തെരഞ്ഞെടുത്തു. ഹിജ്റ മുതൽ, അതായത് ഹിജ്റ വർഷത്തെ പ്രാരംഭ വർഷമാക്കിക്കൊണ്ട് അവർ കലണ്ടർ നിർമ്മിക്കുകയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മാസമായിട്ട് കടന്നു വരേണ്ടിയിരുന്നത് റബിയുൽ അവ്വൽ മാസമായിരുന്നല്ലോ. കാരണം ഹിജറ നടന്നത് റബിയുൽ അവ്വൽ മാസത്തിലാണ്. അപ്പം അവർ ഹിജറ ആസ്പദമാക്കി കലണ്ടർ ആരംഭിക്കാന്നുള്ള ചർച്ച അതിന് തീരുമാനമായി. രണ്ടാമത്തെ ചോദ്യം, ഏത് മാസമാണ് ആദ്യം വെക്കുക എന്നുള്ളത്. ആ രൂപത്തിലുള്ള ചോദ്യം വന്ന സന്ദർഭത്തിൽ നിരവധി ആളുകൾ റബിയുൽ അവ്വൽ മാസമാകട്ടെ ആദ്യം വരേണ്ട, ആ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. മറ്റു ചില ആളുകൾ പവിത്രമായിട്ട് കടന്നു വരുന്ന 4 വിശുദ്ധ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആദ്യം വെക്കാം, അതേ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു. അവസാനം ആ ചർച്ച നടന്ന അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അവര് മുഹറം മാസത്തെ ആദ്യത്തെ മാസാക്കി വെച്ചു. കാരണം ഒന്നാമതായിട്ട് മുഹറം മാസം വിശുദ്ധ മാസമാണ്. അതേപോലെ തന്നെ ഹജ്ജ് കഴിഞ്ഞ് ദുൽഹജ്ജ് കഴിഞ്ഞ് വിശ്വാസികൾ തിരികെ പോയി പുതിയൊരു ജീവിതത്തിന് തുടക്കമിടാണ്. അപ്പൊ നല്ലൊരു ശുഭ തുടക്കം. അതിന്റെ ആ അടിസ്ഥാനത്തിൽ മുഹറമാകട്ടെ ആദ്യത്തെ മാസം എന്നുള്ള രൂപത്തിൽ അവര് മുഹറം മാസത്തെ ആദ്യത്തെ മാസാക്കി വെച്ചു എന്നുള്ള ആ രൂപത്തിലാണ് പിന്നീട് കലണ്ടർ നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, യഥാർത്ഥത്തിൽ ഹിജറ നടന്നത് റബിയുൽ അവ്വൽ മാസത്തിൽ തന്നെയാണ്. റബിയുൽ അവ്വൽ 8 അല്ലെങ്കിൽ 12-ാം തീയതി തിങ്കളാഴ്ച ദിവസം, അതായത് ക്രിസ്താബ്ദം AD 622 സെപ്റ്റംബർ 23-ാം തീയതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുബയിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ നമ്മൾ മടങ്ങി വരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പന മരത്തിനടിയിൽ ഇരിക്കുകയാണ്. ആളുകൾ ഓരോന്നായിട്ട് വാർത്ത അറിഞ്ഞ് പല ആളുകളും പല ഭാഗത്തു നിന്നായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി അവർ തിക്കും തിരക്കുവാണ്. ആളുകളെല്ലാം വന്നു നോക്കുകയാണ്. പല ആളുകൾക്കും അവിടെ ഇരിക്കുന്നതിൽ ഏതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അക്തറുന ലം യകുൻ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല ദാലിക്, പല ആളുകളും അതിനു മുമ്പ് റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു. രസകരമായിട്ടുള്ള ഒരു കാര്യം, പല ആളുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചു എന്നുള്ള. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് വെയിലടിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിലുണ്ടായിരുന്ന തലയിലുണ്ടായിരുന്ന ആ തട്ടം കൊണ്ട് റസൂലുള്ളാഹി ഇരിക്കുന്ന ആ ഭാഗം ഇങ്ങനെ ആ വെയിലിനെ മറച്ചു വെച്ചു എന്നുള്ള. അത് കണ്ട സന്ദർഭത്തിലാണ് അവിടെ കൂടിയ പല ആളുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ചിന്തിച്ചു നോക്കുക, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന രൂപത്തിലായിരുന്നില്ല, അവരിൽ ഒരുവനായിട്ടാണ് റസൂലുള്ളാഹി വേഷം ധരിച്ചത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, നമുക്കറിയാം പിൻകാലഘട്ടത്ത് മക്കാ വിജയത്തിന് ശേഷം വലിയൊരു സാമ്രാജ്യം തന്റെ കാൽക്കീഴിലേക്ക് വന്ന സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിലുള്ള ജീവിത ശൈലി തുടർന്നു പോകുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ എളിമ നോക്കുക. നമുക്കറിയാം പിൻകാലഘട്ടത്ത് മദീനയിൽ ജീവിച്ച് കാലങ്ങൾക്ക് ശേഷവും വലിയ വലിയ സാമ്രാജ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധീനതയിലേക്ക് വന്ന സന്ദർഭത്തിലും വിദൂര പ്രദേശത്തു നിന്ന് ആരെങ്കിലും റസൂലുള്ളാഹിനെ അന്വേഷിച്ച് മദീനയിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവർ പള്ളിയിൽ കയറിയിട്ട് അവർ ചോദിക്കുമായിരുന്നു അത്രേ, മൻ മിൻകും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കുമാർ. കാരണം വേഷം കൊണ്ടോ അല്ലെങ്കിൽ ആഡംബരം കൊണ്ടോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അത്രയേറെ അവർക്കിടയിൽ ഒരുവനായിക്കൊണ്ടാണ് അവരുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിൽ അത്രയേറെ എളിമയോടുകൂടെയുള്ള ഒരു മാതൃകാ ജീവിതമാണ് അവരുടെ നേതാവ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. നമുക്കറിയാം ആ മാതൃക പിൻകാലഘട്ടത്ത് റസൂലുള്ളാഹിന്റെ അനുയായികൾ അപ്പടി പകർത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേ ചിത്രം ആവർത്തിക്കുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം ഖലീഫയായതിനു ശേഷം അക്കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പ്രവിശ്യ, ആ ഫലസ്തീൻ, ജെറൂസലേം, മസ്ജിദുൽ അഖ്സ കീഴടക്കി അതിന്റെ താക്കോല് വാങ്ങാൻ വേണ്ടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സന്ദർഭം അതേ ചിത്രം ആവർത്തിക്കുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവേശിച്ച സന്ദർഭത്തിൽ ജെറൂസലേമിലുണ്ടായിരുന്ന ആളുകൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യനെ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്ന ചരിത്രം, മനോഹരമായിട്ടുള്ള ചരിത്രം ആവർത്തിക്കപ്പെടാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അവർ അപ്പടി പകർത്തിയത് അവരുടെ നേതാവായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പനേരം അവിടെ വിശ്രമിച്ചതിന് ശേഷം പിന്നീട് ആ ബനു അംർ ബിൻ ഔഫ് ഗോത്രക്കാരുടെ ആ വാസസ്ഥലത്തേക്ക് റസൂലുള്ളാഹി നീങ്ങി എന്നുള്ളതാണ്. അവിടെ ആ ബനു അംർ ബിൻ ഔഫ് ഗോത്രത്തിൽപ്പെട്ട അവരുടെ ഒരു പ്രമാണി കുൽസും ഇബ്നു ഹിദം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ താമസിച്ചത്. ഈ സ്വഹാബിയെ സംബന്ധിച്ച് കൂടുതലും നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ഏകൊരു കാര്യം, അദ്ദേഹം നന്നെ പ്രായം ചെന്ന ഒരു മനുഷ്യനായിരുന്നു ഈ കുൽസും ഇബ്നു ഹിദം റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ നിന്ന് പിന്നീട് മദീനയിൽ എത്തിയ ഉടനെ തന്നെ മദീനയിൽ ആദ്യമായിട്ട് മരണപ്പെടുന്ന ചില ആളുകളുടെ ലിസ്റ്റിൽ, ആ വഫാത്താകുന്ന ആളുകളുടെ ലിസ്റ്റിൽ ഈ കുൽസും ഇബ്നു ഹിദം റളിയല്ലാഹു അൻഹുവിന്റെ പേര് കാണാൻ സാധിക്കും. അതായത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ഒരു വലിയ സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേ സന്ദർഭത്തിൽ മറ്റു ചില റിപ്പോർട്ടുകൾ റസൂലുള്ളാഹി ഖുബൈയിൽ താമസിച്ചത് സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണെന്നും ചില റിപ്പോർട്ടുകൾ പ്രകാരം കാണാൻ സാധിക്കും. അത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് സീറാ പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സന്ദർഭത്തിൽ കുൽസും ഇബ്നു ഹിദം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലും പകൽ സന്ദർഭത്തിൽ സഅദ് ഇബ്നു ഖൈസമയുടെ വീട്ടിലായിരുന്നു ചെലവഴിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ പകൽ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവിടെ ചെലവഴിക്കാനുള്ള കാരണം, പകൽ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് നിരവധി വിസിറ്റേഴ്സ്, നിരവധി ഗസ്റ്റ് എല്ലാം റസൂലുള്ളാഹിനെ കാണാൻ വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വീട് അതിന് സൗകര്യമാണ്. കാരണം അദ്ദേഹം അവിവാഹിതനായിരുന്നു, അദ്ദേഹം ബാച്ചിലറാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട് സൗകര്യമാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറയപ്പെടുന്നത്, മക്കയിൽ നിന്ന് ഹിജറ ചെയ്തെത്തുന്ന ബാച്ചിലേഴ്സ്, അജബായിട്ടുള്ള ആളുകളെല്ലാം അവർ ഖുബൈയിൽ താമസിച്ചത് മുഴുവൻ ഈ സഅദ് ഇബ്നു ഖൈസമയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീടിനെ ബൈത്തുൽ ഉസ്സാബ്, അസബായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ബാച്ചിലേഴ്സിന്റെ വീടെന്നെല്ലാം അദ്ദേഹത്തിന്റെ വീട് വിളിക്കപ്പെട്ടതായിട്ടെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബൈയിൽ എത്തുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ഉച്ച സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഖുബൈയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് തിങ്കൾ മുതൽ വെള്ളി വരെ റസൂലുള്ളാഹി ഖുബൈയിൽ താമസിച്ചു. 4 ദിവസം ഖുബൈയിൽ താമസിച്ചു എന്നാണ് സീറത്ത് ഇബ്നു ഹിശാമിൽ വായിക്കാൻ സാധിക്കുക. അതേ സന്ദർഭത്തിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, മറ്റു നിരവധി സീറ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 ദിവസമല്ല, മറിച്ച് 14 ദിവസം എന്നും 18 ദിവസം എന്നെല്ലാം നിരവധി ഈ ഒരു വിഷയത്തിൽ എത്ര ദിവസമാണ് താമസിച്ചു എന്നുള്ളതിൽ ഇഖ്തിലാഫ് ഉണ്ട്. ഏതായിരുന്നാലും 10-ലധികം ദിവസങ്ങൾ റസൂലുള്ളാഹി അവിടെ താമസിച്ചു എന്നാണ് നിരവധി ഉദ്ധരണികൾ കാണാൻ സാധിക്കുക. അല്ലാഹു അലം. ഏതായിരുന്നാലും സീറത്ത് ഇബ്നു ഹിശാം പ്രകാരം റസൂലുള്ളാഹി 4 ദിവസം ഖുബൈയിൽ റസൂലുള്ളാഹി താമസിച്ചു എന്നുള്ള ഈ ഖുബൈയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കപ്പെട്ട ആ ഒരല്പ ദിവസങ്ങൾക്കിടയിൽ പ്രധാനപ്പെട്ട നിരവധി സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഒന്നാമത്തെ ആ സംഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നാമതായിട്ട് ഉയർന്നു വരുന്ന ചോദ്യം, റസൂലുള്ളാഹിന്റെ ഡെസ്റ്റിനേഷൻ മദീനയാണ്, എന്നിട്ടും റസൂലുള്ളാഹി നേരിട്ട് മദീനയിലേക്ക് പ്രവേശിക്കാതെ ആ സമീപത്തുള്ള ഖുബാ ഗ്രാമത്തിൽ എന്തുകൊണ്ട് അത്രയും ദിവസം തങ്ങി? സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യം. അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അല്ലാഹു അലം. പക്ഷേ ചില യുക്തികൾ സീറാ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, മദീന എന്നുള്ളത് മക്കയെ പോലെ വലിയൊരു പട്ടണമാണ്. നിരവധി ആളുകൾ, അവിടുത്തെ പോപ്പുലേഷൻ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. അത്രയും വലിയൊരു പട്ടണം. അതുമാത്രമല്ല, പ്രത്യേകമായിട്ടൊരു അന്തരീക്ഷമാണ് ആ സന്ദർഭത്തിൽ മദീനയിലുള്ളത്. അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എല്ലാം മാറി മറിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആ ബുആത്ത് യുദ്ധം കാരണം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ ബുആത്ത് യുദ്ധത്തിന്റെ ആ പശ്ചാത്തലത്തിൽ പുതിയൊരു അന്തരീക്ഷമാണ് മദീനയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ആളുകളെല്ലാം അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ലഅനഹുല്ലാ അദ്ദേഹത്തെ നേതാവാക്കാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഹിജ്റ എല്ലാം സംഭവിക്കുന്നത്. അപ്പം ആ പട്ടണത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം, അവിടെയുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം, അതേപോലെ തന്നെ അവിടുത്തെ ആ പവർ ബാലൻസ്, ആ ഡൈനാമിക്സ് എല്ലാം അടുത്ത് നിന്നുകൊണ്ട്, അവിടേക്ക് നേരിട്ട് പ്രവേശിക്കാതെ അതെല്ലാം അടുത്ത് നിന്ന് പഠിച്ചെടുത്ത് ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക. കാരണം റസൂലുള്ളാഹിക്ക് നേരിട്ട് ആ പട്ടണത്തെ അറിവില്ല. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിലൂടെ മാത്രമേ റസൂലുള്ളാഹി അവിടെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ ഖുബൈൽ റസൂലുള്ളാഹി താമസിച്ച സന്ദർഭത്തിൽ നിരവധി പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ചർച്ചകളും കൂടിക്കാഴ്ചകളെല്ലാം നടന്നിരിക്കണം, സ്വാഭാവികമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി എത്തി 2-3 ദിവസങ്ങൾക്കകം തന്നെ ആദ്യമായിട്ട് ഖുബൈയിലേക്ക് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നു ചേരാൻ. അലി റളിയല്ലാഹു അൻഹു ഖുബൈയിലേക്ക് എത്താൻ നമ്മൾ നേരത്തെ ഓർക്കുന്നുണ്ടാകും, ഹിജ്റയുടെ തുടക്കത്തിൽ റസൂലുള്ളാഹി അമാനത്തുകളെല്ലാം ഏൽപ്പിച്ച് ആ വിരിപ്പിൽ കടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പുറപ്പെട്ടതാണ്. റസൂലുള്ളാഹി പോകുന്നതിന് ശേഷം 2-3 ദിവസം മക്കയിൽ തങ്ങി റസൂലുള്ളാഹി ഏൽപ്പിക്കപ്പെട്ട പണിയെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചതിന് ശേഷം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 3-ാമത്തെ ദിവസം രാത്രി മക്കയിൽ നിന്നും പുറപ്പെടാൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ യാത്ര, സാഹസിക യാത്രയെ സംബന്ധിച്ചും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ചിന്തിച്ചൊക്കെ, ഒറ്റക്കായിരുന്നു അലി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തത്. കൂടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഒരു വാഹനം പോലും സ്വന്തമായിട്ട് വാങ്ങാനുള്ള പണം ആ സന്ദർഭത്തിൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. കാൽനടയായിട്ടാണ് അത്രയും ദൂരം അദ്ദേഹം ഒറ്റക്ക് താണ്ടിയത്. എത്രയോ ദിവസം നടന്നിട്ടാണ് അലി റളിയല്ലാഹു അൻഹു അവസാനം ഖുബൈയിലേക്ക് എത്തുന്നത്. അതായത് യാത്രയെ സംബന്ധിച്ച് യാത്രയുടെ സൂക്ഷ്മ വിവരങ്ങൾ പോലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പകല് സന്ദർഭത്തിലുടനീളം ഏതെങ്കിലും തണൽ കണ്ടാൽ അവിടെ വിശ്രമിച്ച് രാത്രിയിലായിരുന്നു കാര്യമായിട്ട് നടന്നത്. അത്രയും ദൂരം ഇത്ര ദിവസങ്ങൾ കൊണ്ട് പിന്നിടണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കണക്കുകൂട്ടുകയാണെങ്കിൽ ദിവസേന അറ്റ്ലീസ്റ്റ് ഒരു 60-50 കിലോമീറ്റർ ദിവസേന അദ്ദേഹം നടക്കേണ്ടതുണ്ട്. അത്രയും ദിവസം നടന്നിട്ടാണ് അവസാനം
ആ ഖുബയിലേക്ക് അലി റളിയല്ലാഹു അൻഹു എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ എത്തിയത് മുതൽ അലി റളിയല്ലാഹു അൻഹു സുരക്ഷിതമായിട്ട് അവിടെ എത്തിച്ചേരാൻ വേണ്ടി റസൂലുള്ളാഹി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവസാനം അലി റളിയല്ലാഹു അൻഹു അവിടെ എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ സന്തോഷത്തോടു കൂടെ വാരിപ്പുണർന്ന് റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുഴുവൻ പൊട്ടിയിരുന്നു. കാരണം അത്രയേറെ ദിവസങ്ങളോളം ഉള്ള നടപ്പ് കാരണം കാലുകളെല്ലാം മുറിയായിരുന്നു. അതെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ഖുബയിലേക്ക് എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ കുൽസും ഇബ്നു ഹിദം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തന്നെ അലി റളിയല്ലാഹു അൻഹുവും താമസിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തന്നെ പിന്നീട് റസൂലുള്ളാഹി ഖുബയിലായിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേരുന്ന മറ്റൊരു വ്യക്തിയാണ് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശദമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു വളരെ നേരത്തെ തന്നെ ഹിജ്റയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. ഖുറൈശികൾ അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു. അവസാനം കയ്യിലുള്ളതെല്ലാം നൽകി അദ്ദേഹം വെറുങ്കയായിട്ട് മക്കയിൽ നിന്നും യാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹം യാത്ര ആരംഭിച്ചതും മക്കയിൽ നടന്ന വിവരമെല്ലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഹി മുഖേന റസൂലുള്ളാഹി അറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈബ് റൂമിയെയും പ്രതീക്ഷിച്ച് ഖുബയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ തന്നെ റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് റബിഹൽ ബൈ യാ അബാ യഹ്യ, റബിഹൽ ബൈ യാ അബാ യഹ്യ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങൾ എത്ര ലാഭകരമായിട്ടുള്ള കച്ചവടമാണ് നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ച ചരിത്രം അത് ഖുബയിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിലായിരിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേരുന്ന മറ്റൊരു സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ആ യാത്രയുടെ ചരിത്രം 2 മണിക്കൂറുകളെടുത്ത് നമ്മൾ വിശദമായിട്ട് സൂചിപ്പിച്ചതാണ്. സീറയുടെ 5-ാമത്തെ എപ്പിസോഡിന് ശേഷം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം വിശദമായിട്ട് സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് പരാമർശിക്കുന്നില്ല. കേൾക്കാത്ത ആളുകൾ ആ പ്രഭാഷണം കേൾക്കുക. ആ സത്യം അന്വേഷിച്ച് 40 വർഷത്തോളം ആ പേർഷ്യയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്ര നിരവധി പോയിന്റുകൾ, സിറിയയും ഇറാഖും മൂസിലും അമൂരിയ നിരവധി പോയിന്റുകൾ പിന്നിട്ട് 7ഓളം ഗുരുനാഥന്മാർ കടന്നുപോയിട്ട് അവസാനം അന്തിമ വരാനിരിക്കുന്ന പ്രവാചകനെയും പ്രതീക്ഷിച്ച് ആ ഒരു സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുകയാണ്. തന്റെ അവസാനത്തെ ഗുരുനാഥൻ വരാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ ആഗമനത്തിനുള്ള സമയമായിട്ടുണ്ട്. അദ്ദേഹം ഈത്തപ്പനയുടെ നാട്ടിലേക്ക് വന്നു ചേരും. അദ്ദേഹം യഥാർത്ഥ പ്രവാചകനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി 3 ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ആ 2 ടെസ്റ്റുകൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പരീക്ഷിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിലായിരിക്കുന്ന സന്ദർഭത്തിലാണ്. എന്തായിരുന്നു 2 ടെസ്റ്റ്? ഓർക്കുന്നുണ്ടാകും. റസൂലുള്ളാഹി, അതായത് ആ പ്രവാചകൻ, അദ്ദേഹം സത്യപ്രവാചകനാണെങ്കിൽ അദ്ദേഹം സ്വതക്ക ഭക്ഷിക്കില്ല, ഹദിയ ഭക്ഷിക്കും. അതായിരുന്നു 2 ടെസ്റ്റുകൾ. 3-ാമത്തെ ടെസ്റ്റ് ആ പ്രവാചകത്വ മുദ്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിലായിരിക്കുന്ന സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരൽപ്പം ഈത്തപ്പഴവുമായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് സ്വതക്കയാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചില്ല. അവിടെയുള്ള മുഴുവൻ സ്വഹാബികളോടും ഭക്ഷിക്കാൻ കൽപ്പിച്ചു. ആദ്യത്തെ ടെസ്റ്റ് വിജയിച്ചു. പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഖുബയിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വീണ്ടും ഈത്തപ്പഴമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് ഹദിയയായിട്ട് ഞാൻ നൽകുകയാണ്. ആ സന്ദർഭത്തിൽ ആദ്യം റസൂലുള്ളാഹി ഭക്ഷിച്ചു. എന്നിട്ട് മുഴുവൻ സ്വഹാബികളോട് കുലു, നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞ് അവരെയും ക്ഷണിച്ചു എന്നുള്ള ആ 2 ടെസ്റ്റ് അവിടെ വെച്ചുകൊണ്ട് പരീക്ഷിക്കുന്നത്. പിന്നീട് റസൂലുള്ളാഹി മദീനയിലേക്ക് പോയ സന്ദർഭത്തിൽ ആ പ്രവാചകത്വ മുദ്രയും കണ്ട് അവിടെയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ആ യാത്രയുടെ, ആ സത്യത്തെ അന്വേഷിച്ചിട്ടുള്ള യാത്രയുടെ പരിസമാപ്തി നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അതെല്ലാം അരങ്ങേറുന്നത് ഈ ഖുബയിലായിരിക്കുന്ന സന്ദർഭത്തിലാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പ ദിവസങ്ങൾ അവിടെ താമസിച്ച സന്ദർഭത്തിൽ പിന്നീട് പ്രധാനമായിട്ട് ഖുബായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അരങ്ങേറുന്ന ഒരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ ആദ്യമായിട്ടൊരു പള്ളി നിർമ്മിച്ചു എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, നമസ്കാരം ഓൾറെഡി ഫർളാണ്. മക്ക കാലഘട്ടത്തിന്റെ അവസാനം ഇസ്രാ മിഅ്റാജിന് ശേഷം നമസ്കാരം ഓൾറെഡി അവർക്ക് ഫർളായിട്ടുണ്ട്. അത് മാത്രമല്ല, ഹിജ്റ ചെയ്ത് വന്ന ആളുകളെല്ലാം ഓൾറെഡി അവിടെ നമസ്കരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നമുക്കറിയാം മദീനയിൽ ആദ്യത്തെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ജുമുഅ മദീനയിൽ ഓൾറെഡി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് ഖുബയിൽ സ്വന്തം കൈകളാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിക്ക് തറക്കല്ലിടാൻ. സുബ്ഹാനല്ലാഹ്. അതായത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളി ഉയർന്നത് ഖുബയിൽ വെച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആ ഖിബിലയുടെ ഭാഗം നിർണയിച്ച് നൽകിയത്. ഖിബിലയുടെ ഭാഗം എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ഖിബില എന്നുള്ളത് മസ്ജിദുൽ അഖ്സയാണ്. മക്കയിലേക്കുള്ള ഖിബില മാറ്റം അത് പിന്നീടാണ് സംഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ അവര്
മസ്ജിദുൽ അഖ്സക്ക് നേരെയാക്കി നിർമ്മിച്ചു. പിന്നീട് ഖിബ്ല മാറിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റിപ്പണിതു. ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കെടുത്തിരുന്നു എന്നെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ പള്ളി അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 108-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, ആദ്യ ദിനം ഭയഭക്തിയുടെ മേൽ നിർമ്മിക്കപ്പെട്ട ഭവനം, ആ പള്ളി, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഫർ ചെയ്യുന്നത് ഈ ഖുബൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ്. അതാണ് ഭൂരിപക്ഷം മുഫസ്സിറുകളും ആയത്തിന് ആ രൂപത്തിലാണ് നോക്കിക്കാണുന്നത്. അതേ സന്ദർഭത്തിൽ മറ്റു ചില ആളുകൾ അത് മസ്ജിദ് ഖുബ മാത്രമല്ല, അത് മസ്ജിദ് നബവി രണ്ടും ചേർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതെന്നും ചില ആളുകൾ ആയത്തിനെ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീഹി റിജാലും യുഹിബ്ബൂന അൻ യതതഹറു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അവിടെ ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടമുള്ള ചില റിജാലുകൾ ആ പള്ളിയിലുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രത്യേകമായിട്ട് ചില ആളുകളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഖുബൈലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുബൈലുള്ള അവിടുത്തെ നിവാസികളെ പ്രത്യേകമായിട്ട് പ്രശംസിക്കാനുള്ള കാരണം അവർ ശുചിത്വത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയ ആളുകളായിരുന്നു. കാരണം അക്കാലഘട്ടത്തിൽ നമുക്കറിയാം വെള്ളം ദുർലഭമാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഖുബൈലുള്ള ആളുകൾ അവർ മലമൂത്ര വിസർജനം നടത്തിയാലെല്ലാം അവർ വെള്ളം കൊണ്ട് തന്നെ ശുദ്ധീകരിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമുക്കറിയാം വെള്ളമല്ലാതെ കല്ലും മറ്റുമെല്ലാം വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ ഉപയോഗിക്കുക അത് അനുവദനീയാണ്. എന്നിരുന്നാലും വെള്ളമാണ് ഏറ്റവും ഉത്തമം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വൃത്തിയുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് അവർ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അവരെ പുകഴ്ത്താണ്. അതാണ് ആയത്തിൽ നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഇസ്ലാം അത്രയേറെ വൃത്തിക്ക് പ്രാധാന്യം നൽകിയ മതമാണ്. നമുക്കറിയാം ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ആദ്യമായിട്ട് ത്വഹാറ, അതായത് വൃത്തിയെ സംബന്ധിച്ചുള്ള അത് പ്രത്യേകമായിട്ട് അതിനു വേണ്ടി അധ്യായങ്ങൾ മാറ്റിവെച്ചതായിട്ട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിലും അത്വഹൂറു ശത്റുൽ ഈമാൻ, ഈമാന്റെ പകുതി എന്നാണ് വൃത്തിയെ വിശദീകരിച്ചത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ, വൃത്തിയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുവെന്ന് അത് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബൈൽ നിർമ്മിക്കാൻ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മദീനയിലേക്ക് വന്നെങ്കിലും ആഴ്ചതോറും ശനിയാഴ്ച ദിവസം സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് ആഴ്ചതോറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുബൈലേക്ക് വന്ന് അവിടെ ആ പള്ളിയിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. ശനിയാഴ്ച ദിവസം റസൂലുള്ളാഹി ചില സന്ദർഭത്തിൽ നടന്നു വന്ന് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് വന്ന് പ്രത്യേകമായിട്ട് ആ ഖുബാ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുള്ള ശീലം അവസാനം വരെ റസൂലുള്ളാഹി തുടർന്ന് പോകുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. സ്വഹീഹായിട്ടുള്ള മറ്റൊരു ഹദീസിൽ, ഹാക്കിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലും അസ്വലാത്തു ഫിൽ മസ്ജിദ് ഖുബാക ഉംറത്തിൻ, ആരെങ്കിലും മസ്ജിദ് ഖുബയിൽ വെച്ചുകൊണ്ട് ഒരാൾ 2 റക്അത്ത് അവിടെയുള്ള 2 റക്അത്ത് നമസ്കാരം അത് ഉംറക്ക് തുല്യമായിട്ടുള്ള പ്രതിഫലമാണെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം ഇന്ന് ഹാജിമാരായിട്ടുള്ള ആളുകൾ ഉംറക്കും ഹജ്ജിനെല്ലാം പോകുന്ന സന്ദർഭത്തിൽ മദീന സിയാറത്തിന്റെ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഖുബാ പള്ളിയിൽ കയറി അവിടെയുള്ള ആളുകൾ നമസ്കരിക്കാറുണ്ട്. മദീന, അതായത് ഇന്ന് മസ്ജിദ് നബവിയിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഖുബാ പള്ളി, അവിടെ റസൂലുള്ളാഹി പള്ളി സ്ഥാപിച്ചു. നമുക്കറിയാം പിൻകാലഘട്ടത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത് പുതുക്കി പണിത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതൊന്നുകൂടെ അത് വിപുലാക്കി. പിന്നീട് മദീനയുടെ ഗവർണർ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം അതായത് 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ പള്ളി വലിയ രൂപത്തിൽ ആ പള്ളിയുടെ എക്സ്പാൻഷൻ എല്ലാം നടന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ള. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഖുബാ പള്ളി കാണുന്നുണ്ടോ? അതാണ് അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഖുബാ പള്ളി അവിടെ നിർമ്മിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം അവിടെ വന്നു. ആ തിങ്കൾ അവിടെ നിന്നു. ആ പിന്നീട് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറി ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച ദിവസം രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള ആളുകൾക്ക് വിവരം കൈമാറി. അതായത് നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം ഞാൻ മദീനയിലേക്ക് പ്രവേശിക്കുമെന്നുള്ള വിവരം അൻസാറുകളായിട്ട് മദീനയിലുള്ള നിവാസികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം കൈമാറി എന്നുള്ള. അന്നത്തെ ദിവസം ആ മദീന, അതായത് വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി ആ മദീന നഗരം ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ, അതായത് വെള്ളിയാഴ്ച ദിവസം, നമുക്കറിയാം ആഴ്ചയിൽ ഏറ്റവും നല്ല ദിനം, ആ ദിനം തന്നെയാണ് റസൂലുള്ളാഹി മദീനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ഏകദേശം ഒരു 10-11 മണിയായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ നിന്നും അനുയായികളോടൊപ്പം മദീന ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. മദീന ലക്ഷ്യമാക്കി പുറപ്പെട്ട് മദീനയിൽ എത്തുന്നതിന് മുമ്പ്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മാപ്പ് കാണുന്നുണ്ടാവും, മദീനയിൽ എത്തുന്നതിന് മുമ്പ്
ഖുബയിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ അകലെ എത്തിയ സന്ദർഭത്തിൽ മദീനക്കും ഖുബക്കും ഇടയിലുള്ള ഒരു പ്രദേശം ബനു സാലിം ഇബ്നു ഔഫ്, അതായത് ഒരു താഴ്വരയാണ് റനൂൻ, വാദി റനൂന എന്നറിയപ്പെടുന്ന ആ ഒരു താഴ്വരയുടെ ഭാഗത്തെത്തിയ സന്ദർഭത്തിൽ ജുമുഅ നമസ്കാരത്തിനുള്ള സമയമായി. വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ജുമുഅ നമസ്കാരത്തിന് അവിടെ വെച്ചുകൊണ്ട് നേതൃത്വം നൽകാൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനത്തിന് മുമ്പ് തന്നെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഓൾറെഡി മദീനയിൽ ജുമുഅ നമസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. മിസ്അബ് റളിയല്ലാഹു അൻഹു മടങ്ങി വന്നതിന് ശേഷം അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് മദീനയിൽ നമസ്കാര ജുമുഅ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ ആദ്യത്തെ ജുമുഅ ആ ബനു സാലിം ഇബ്നു ഔഫ് എന്നറിയപ്പെടുന്ന ആ റനൂന താഴ്വരയിൽ വെച്ചുകൊണ്ട് അരങ്ങേറാണ്. അതിൽ 100ഓളം ആളുകൾ ആ ജുമുഅയിൽ പങ്കെടുത്തെന്നെല്ലാം സീറത്ത് ഇബ്നു ഹിശാമിൽ വായിക്കാൻ സാധിക്കും. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ തന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഖുത്ബ ഇസ്നാദുകളോടെ അല്ലാതെ ചില സീറ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. സീറത്ത് ഇബ്നു ഹിശാമിലും അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിലെല്ലാം ആ ഖുത്ബ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഖുത്ബയുടെ ആശയം മനോഹരമാണ്. ആദ്യത്തെ ഖുത്ബയിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുനിയാവിന്റെ നശ്വരതയെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഉണർത്തലുകളാണ് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ദാനം നൽകുക, ദാനത്തെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് അവരെ ഉണർത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ദാനത്തെ സംബന്ധിച്ച് പറയാൻ നമുക്കറിയാം, പുതിയൊരു ഇസ്ലാമിക സമൂഹം രൂപപ്പെടാൻ പോവാണ്. പ്രധാനമായിട്ട് നിരവധി ഫണ്ട് അതിനാവശ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ദാനത്തെ സംബന്ധിച്ച് അവരെ ഉണർത്തി, ഒരു കാരക്ക ചീള് ദാനം നൽകിയെങ്കിലും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കുക. റസൂലുള്ളാഹി ഖുത്ബയിൽ പറഞ്ഞതാണ്. ആ ഒരു ഭാഗം മാത്രം മറ്റൊരു ഹദീസിലും സ്വഹീൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിലും വലൗ ബിശഖി തംറത്തിൻ റസൂലുള്ളാഹി പറയപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഇനി ദാനം നൽകാൻ നിങ്ങളുടെ കയ്യിൽ സമ്പത്തില്ലെങ്കിൽ വമല്ലം യജിദ് ഫബി കലിമത്തിൻ ത്വയ്യിബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം നൽകാൻ നിങ്ങളുടെ കയ്യിൽ സമ്പത്തില്ലെങ്കിൽ നിങ്ങൾ നല്ല വാക്കുകൾ നിങ്ങൾ പറയുക. ആ രൂപത്തിലുള്ള ചില ചെറിയ ഉപദേശങ്ങളാണ് ഒന്നാമത്തെ ഖുത്ബയിൽ. അതിനുശേഷം രണ്ടാമത്തെ ഖുത്ബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായിട്ട് ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി പ്രധാനമായിട്ട് സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുക. അഹബ്ബുല്ലാഹു മിൻ കുല്ലി ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ഹൃദയം കൊണ്ട്, അതായത് ഹൃദയം കൊണ്ട് അള്ളാഹിനെ നിങ്ങൾ സ്നേഹിക്കുക. ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ നിറക്കുക. എന്നിട്ട് അതിനുള്ള ഉപാധിയായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, കലാം അല്ലാഹി വ ദിക്റുഹു. അള്ളാഹിനെ നിറക്കുക എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള സ്മരണകൾ, അതേപോലെ തന്നെ അള്ളാഹിന്റെ കലാം, അതായത് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഹൃദയത്തെ അതുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ള ആ രൂപത്തിൽ നിങ്ങൾ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധിപ്പിച്ചാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും അത് മടുക്കില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണങ്ങളാണത്. അത് നിങ്ങൾ നിരന്തരം ഹൃദയത്തിന് നൽകിയിട്ടില്ലെങ്കിൽ അവസാനം ഹൃദയം കടുത്തുപോലെ ഹൃദയം മരിക്കുമെന്ന്. അതും റസൂലുള്ളാഹി വലാ തഖ്സു അൻഹു ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം ആ രൂപത്തിലാകരുതെന്നുള്ള ഉപദേശങ്ങളെല്ലാം റസൂലുള്ളാഹി നൽകി. അവസാനമായിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. വതഹാബു ബിറൂഹില്ലാഹി ബൈനിക്കും, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അതെല്ലാം അത്തരത്തിലുള്ള ഉപദേശങ്ങളെല്ലാം നൽകിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് മൊത്തം ഖുത്ബ നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രം, 5-10 മിനിറ്റ് മാത്രമാണ് റസൂലുള്ളാഹിന്റെ ഖുത്ബ. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പറഞ്ഞ് നിങ്ങൾ ഖുത്ബ ചുരുക്കി നമസ്കാരം ദീർഘിപ്പിക്കാനാണ് റസൂലുള്ളാഹി ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ വിരുദ്ധമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം 5 മിനിറ്റ് ഉപദേശം അതിനവർക്ക് ധാരാളമാണ്. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ വാക്കുകൾ എന്നുള്ളത് അത് കടലോളം പരന്ന, നമുക്ക് ജവാമി അൽ കലീം, റസൂലുള്ളാഹി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, അവർക്ക് നിരന്തരം റസൂലുള്ളാഹിന്റെ ആ ഒരു അന്തരീക്ഷത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതല്ലാതെ നിരവധി രൂപത്തിലുള്ള ഉപദേശങ്ങളെല്ലാം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലത്ത് പല ആളുകൾക്കും ആകെ ലഭിക്കുന്ന ഒരു ഉത്ബോധനം എന്നുള്ളത് ആഴ്ചയിൽ ആ വെള്ളിയാഴ്ച മാത്രമാണ്. പല ആളുകളും ദൗർഭാഗ്യവശാൽ ഉമ്മത്തിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ പള്ളി തന്നെ കാണുന്നത് ആ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പല സന്ദർഭത്തിൽ ഖുത്ബ അല്പം അധികരിപ്പിക്കാറുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് ആ ബനു സാലിം ഇബ്നു ഔഫ് ആ വാദി റനൂൻ അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ജുമുഅ നമസ്കരിച്ചു എന്നുള്ള. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി ജുമുഅ നമസ്കരിച്ച ആ സ്ഥലത്ത് പിൻകാലഘട്ടത്ത്
മസ്ജിദുൽ ജുമുഅ എന്നുള്ള പേരിൽ ഒരു പള്ളി അവിടെ പണിയപ്പെട്ടു എന്നുള്ളതാണ്. മദീന സന്ദർശിക്കുന്ന ആളുകൾ പല സന്ദർഭത്തിൽ ആ പള്ളി കാണാറുണ്ട്. മസ്ജിദുൽ ജുമുഅ അല്ലെങ്കിൽ മസ്ജിദുൽ വാദി എന്നുള്ള പേരിലും ആ ഒരു പള്ളി വിളിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ പള്ളിയുടെ ചിത്രം കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ വെച്ചുകൊണ്ട്, അതായത് ആ ജുമുഅ എല്ലാം നമസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കുകയാണ്. മദീന നിവാസികൾ ഒന്നടങ്കം റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ അത്യാവേശത്തോടുകൂടെ മദീന നിവാസികൾ മുഴുവൻ ആ മദീന പട്ടണത്തിൽ അണിനിരുന്നു എന്നുള്ള അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയിൽ മദീന പ്രകാശപൂരിതമായിട്ടുള്ള ചരിത്രത്തിലെ ദിനം അതാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത്. റസൂലുള്ളാഹിന്റെ ആ മദീന പ്രവേശനം. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ മദീന പ്രവേശനം പിന്നീട് ഏത് രൂപത്തിലാണ് ആ മദീനയുടെ ആദ്യത്തെ ദിനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചത്, അതെല്ലാം അതിമനോഹരമായിട്ടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വിശദമായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചര്യ അത് മുറുകെ പിടിച്ച് ആ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.